ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഇത് നമ്മുടെ പാർവതി ശിവദൈവത്തിൻ്റെ 55ാമത്തെ പാർട്ടാണ്. എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക് യു. കമൻ്റ് ഇടുന്നത് എല്ലാം ഞാൻ വായിക്കുന്നുണ്ട്. നിങ്ങളുടെ എല്ലാവരെയും അഭ്യർത്ഥന ഞാൻ കാണുന്നുണ്ട്. എനിക്ക് 2 പാർട്ട് ഒരുമിച്ച് ഇപ്പോൾ മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല, അതുകൊണ്ടാണ്. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടിന് എന്നാലും ഒരുപാട് താങ്ക് യു. എന്നാൽ നമുക്ക് നമ്മുടെ സ്റ്റോറിയിലേക്ക് പോയാലോ. ഇനി മേലെ എൻ്റെ മുറിയിൽ കയറിപ്പോരുത്, അവൻ ദേഷ്യത്തോടെ പറഞ്ഞ് കബോർഡിൽ നിന്നും ഡ്രസ്സ് എടുത്ത് ബാത്റൂമിലേക്ക് കയറി. ഓ പിന്നെ താനെന്നെ അങ്ങ് പേടിപ്പിക്കാനൊന്നും നോക്കണ്ട. ഞാൻ എനിക്ക് ഇഷ്ടമുള്ളപ്പോഴൊക്കെ മുറിയിൽ കയറും. അതിനെനിക്ക് നിങ്ങളുടെ അനുവാദമൊന്നും വേണ്ട. അവൾ ഉറക്കെ വിളിച്ച് പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് ഓടി. ശിവ അവൾക്ക് പിന്നാലെ ഓടാൻ നിന്നെങ്കിലും പാർവണ അപ്പോഴേക്കും ഓടി താഴെ എത്തിയിരുന്നു. രാവിലെ ദേവിയും ശിവയും ഭക്ഷണം കഴിക്കുകയാണ്. പാർവണയും ദേവതയും അവർക്ക് ഭക്ഷണം വിളമ്പി കൊടുക്കുന്നുണ്ട്. ശിവ, നീ ഇന്ന് നേരത്തെ വരുമോ? ഭക്ഷണം കഴിക്കുന്നതിനിടയിൽ അമ്മ ചോദിച്ചു. ഇല്ലമ്മ, ഇന്ന് ഞാൻ വരാൻ കുറച്ച് ലേറ്റ് ആവും. ഹോസ്പിറ്റലിൽ അർജന്റായി കുറച്ച് വർക്കുകളുണ്ട്. ശിവ ഭക്ഷണം കഴിക്കുന്നതിനിടയിൽ പറഞ്ഞു. എന്തെങ്കിലും ആവശ്യമുണ്ടമ്മ? അവൻ എന്തോ ആലോചിച്ച ശേഷം ചോദിച്ചു. അത്യാവശ്യം ഉണ്ടോയെന്ന് ചോദിച്ചാൽ ചെറിയ ആവശ്യമുള്ളൊരു കാര്യം തന്നെയാണ്. പാർവണമോൾ ഇവിടെ വന്നിട്ട് 2 ദിവസമായില്ലേ. ആ കുട്ടിക്ക് ഡ്രസ്സൊന്നും വാങ്ങിച്ചിട്ടുമില്ല. ഇപ്പോഴാണെങ്കിൽ ദേവുവിൻ്റെ ഡ്രസ്സാണ് അവൾ ഇടുന്നത്. ആ കുട്ടിക്കും കുറച്ച് പുതിയ ഡ്രസ്സ് എടുക്കണ്ടേ? അമ്മ ശിവയെ നോക്കി ചോദിച്ചു. അതിൻ്റെ ആവശ്യമൊന്നുമില്ല അമ്മേ. അവിടെ വീട്ടിൽ എൻ്റെ ഡ്രസ്സൊക്കെ ഇരിക്കുന്നുണ്ടല്ലോ, അതൊക്കെ എടുത്തിട്ട് വരാം. വീടിൻ്റെ കീ ഹൗസ് ഓണറുടെ വീട്ടിലുണ്ടാവും. ഇവിടെ നിന്ന് അടുത്താണല്ലോ, എളുപ്പം പോയി എടുത്തിട്ട് വരാം. പക്ഷെ എൻ്റെ സർട്ടിഫിക്കറ്റും മറ്റും വീട്ടിലാണ്, അവൾ ചെറിയ സങ്കടത്തോടെ പറഞ്ഞു. സർട്ടിഫിക്കറ്റ് ഒന്നും ഇപ്പൊ അവിടെ പോയി എടുക്കാൻ പറ്റില്ലല്ലോ. അതൊക്കെ കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞ് കാര്യങ്ങളെല്ലാം ഒന്നും കലങ്ങി തെളിയട്ടെ, അപ്പൊ നമുക്ക് പോയി എടുക്കാം. ഇപ്പൊ മോള് പോയി ഡ്രസ്സൊക്കെ എടുത്തിട്ട് വാ. ശരിയമ്മ, ഞാൻ ഉച്ചയ്ക്ക് മുമ്പ് എടുത്തിട്ട് വരാട്ടോ. ഏയ് അത് വേണ്ട, മോള് ഒറ്റയ്ക്ക് പോവണ്ട. ശിവ, നീയും കൂടെ വരൂട്ടാ. എന്തായാലും നിനക്ക് ഹോസ്പിറ്റലിൽ പോകണല്ലോ. പോകുന്ന വഴി വീട്ടിൽ പോയി മോളുടെ ഡ്രസ്സും മറ്റും എടുത്തിട്ട് തിരിച്ചു കൊണ്ടുവന്നാക്കിയിട്ട് നീ പോയാൽ മതി, അമ്മ ശിവയെ നോക്കി പറഞ്ഞു. ശിവ കണ്ണു വെട്ടിക്കൊണ്ട് പാർവണയെ നോക്കി. അവളാണെങ്കിൽ തന്നെയല്ല നോക്കുന്നതെന്ന മട്ടിലാണ് നിൽക്കുന്നത്. എന്നാ മോള് വേഗം ഭക്ഷണം കഴിച്ചോ, ശിവ ഇപ്പം ഇറങ്ങും, അമ്മ പാർവണയ്ക്കുള്ള ഭക്ഷണം എടുത്തു വെച്ചുകൊണ്ട് പറഞ്ഞു. അല്ലെങ്കിൽ ഞാനും ദേവും കൂടെ പോയി ഡ്രസ്സൊക്കെ എടുത്തിട്ട് വരാം, പാർവണ ഭക്ഷണം കഴിക്കുന്നതിനിടെ പെട്ടെന്ന് പറഞ്ഞു. അത് വേണ്ട, ദേവു അങ്ങനെ നിന്നോടൊപ്പം വരുന്നില്ല. നീ നിന്റെ കെട്ടിയവന്റെ ഒപ്പം പോയിട്ട് ഡ്രസ്സ് എടുത്തിട്ട് വാട്ടാ. ദേവ അവർ 2 പേരെയും നോക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. എന്നെ കൊലയ്ക്ക് കൊടുക്കാൻ വേണ്ടിയാണോ ദേവേട്ട ഇങ്ങനെ ഓരോന്ന് പറയണേ? അല്ലെങ്കിൽ എൻ്റെ ഒപ്പം ദേവുവിനൊന്ന് പറഞ്ഞയച്ചെന്താ? പാർവണ വെറുത്തു. പ്ലേറ്റിലിരുന്ന് ചിത്രം വരയ്ക്കാതെ വേഗം കഴിച്ചിട്ട് എഴുന്നേക്കാൻ നോക്കടി ഉള്ളേ. ശിവ അവൾക്ക് മാത്രം കേൾക്കാൻ പാകത്ത് പറഞ്ഞ് വേഗം ഭക്ഷണം കഴിച്ച് എഴുന്നേറ്റു. അത് കണ്ട് പാർവണ വേഗം ഭക്ഷണമെല്ലാം കഴിച്ച് അവന് പിന്നാലെ ഇറങ്ങി. ശിവയുടെ കാറിലാണ് അവർ വീട്ടിലേക്ക് പോയത്. ഹൗസ് ഓണറുടെ വീട്ടിൽ നിന്നും കീ വാങ്ങി പാർവണ വാതിൽ തുറന്നകത്തേക്ക് കയറി. വരദ ശിവയെക്കുറിച്ചും കല്യാണത്തെക്കുറിച്ചും ചോദിക്കാൻ നിന്നുവെങ്കിലും പാർവണ ഓരോന്ന് പറഞ്ഞു വേഗം അവളിൽ നിന്ന് ഒഴിഞ്ഞു മാറി. പാർവണയ്ക്കൊപ്പം ശിവയെ അകത്തേക്ക് കയറി. അവൾ പോയ പോലെ തന്നെയാണ് ആ വീടും മുറിയും ഉള്ളത്. അവൾ മുറിയിലേക്ക് പോയി തൻ്റെ ബാഗ് എടുത്ത് അതിൽ ഡ്രസ്സുകളെല്ലാം എടുത്തു വെക്കാൻ തുടങ്ങി. അത് കണ്ടാണ് ശിവ മുറിയിലേക്ക് കയറുന്നത്. നിനക്ക് ഈ ഡ്രസ്സുകളെല്ലാം ഒന്ന് ഒതുക്കി മടക്കി വെച്ചോടെ, ശിവ ആ റൂം മുഴുവനായി നോക്കിയിട്ട് പറഞ്ഞു. ഞാൻ എങ്ങനെ ഡ്രസ്സ് വെച്ചാലും നിങ്ങൾക്ക് എന്താ? ഇത് എൻ്റെ ബാഗ്, എൻ്റെ ഡ്രസ്സ്, എനിക്ക് ഇഷ്ടമുള്ള പോലെ വെക്കും. അത് കേട്ടൊന്നും ശിവ പിന്നെ ഒന്നും പറയാൻ പോയില്ല. ശിവ മിണ്ടാതിരിക്കുന്നത് കണ്ട് തനിക്ക് പിന്നാലെ എന്തോ പണി വരുന്നുണ്ടെന്ന് പാർവണയ്ക്കും തോന്നിയിരുന്നു. വന്ന് വേഗം എടുത്തു വെക്ക്, എനിക്ക് പോവാൻ ടൈമായി, ശിവ വാച്ചിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു. ഒന്ന് നിൽക്കും മനുഷ്യ, ഇപ്പൊ കഴിയും, ഇങ്ങനെ തിരക്ക് പിടിക്കാതെ, പാർവണ കഷ്ടപ്പെട്ട് ബാഗിന്റെ സിബ് അടച്ചുകൊണ്ട് പറഞ്ഞു. അവള് ബാഗ് വലിച്ച് ബെഡിൽ നിന്ന് താഴെ ഇറക്കി. താനെന്ത് മനുഷ്യനാടോ, ഇത്രയും മസിലൊക്കെ ഉണ്ടാക്കിയിട്ട് പാവം എന്നെ കൊണ്ട് ഈ ബാഗ് ഒറ്റയ്ക്ക് ഇടിപ്പിക്കല്ലേ നിങ്ങള്, അവൾ ബാഗ് വലിച്ചുകൊണ്ട് പറഞ്ഞു. നിന്റെ ബാഗ്, നിന്റെ ഡ്രസ്സ്, അതെടുത്തു വരേണ്ടത് ഉത്തരവാദിത്വം നിന്റെയാണ്. ഞാൻ നിന്റെ വേലക്കാരനൊന്നല്ല ബാഗ് എടുത്ത് പിന്നാലെ വരാൻ, ശിവ അത് പറഞ്ഞ് നേരെ താഴേക്ക് പോയി.
കുറച്ചു മുമ്പ് താൻ അങ്ങനെ പറഞ്ഞതിന്റെ പ്രതികാരമാണ് ഇത് എന്ന് പാർവണിക്ക് മനസ്സിലായിരുന്നു. അവൾ കഷ്ടപ്പെട്ട് ബാഗും വലിച്ച് സ്റ്റെപ്പുകളെല്ലാം ഇറങ്ങി താഴെ എത്തിയതും ശിവ ബാഗ് വാങ്ങി ഡിക്കിയിലേക്ക് വെച്ചു. ശേഷം തന്റെ പേഴ്സിൽ നിന്നും ഒരു 100 രൂപ എടുത്ത് പാർവണിയുടെ കയ്യിലേക്ക് വെച്ചു കൊടുത്തു. എനിക്ക് ഹോസ്പിറ്റലിൽ പോകാൻ ടൈമായി, അതുകൊണ്ട് എൻ്റെ പൊന്നുമുള്ള ഒരു ഓട്ടോ പിടിച്ച് വീട്ടിലേക്ക് പോക്കോ. ഈ ഡ്രസ്സുകൾ ഞാൻ ഈവനിങ് കൊണ്ടുവരാം. അത് പറഞ്ഞ ശിവ പുച്ഛത്തോടെ കാറിൽ കയറി. മുന്നോട്ടെടുത്ത് ഗേറ്റ് കടന്ന് പോവാൻ നിന്ന കാറ് റിവേഴ്സ് എടുത്ത് തനിക്ക് അരികിലേക്ക് വീണ്ടും വന്നപ്പോൾ പാർവണം പ്രതീക്ഷയോടെ ശിവയെ ഒന്ന് നോക്കി നിന്നു. അപ്പൻ പേടിയൊക്കെ ഉണ്ട്, അതാണല്ലോ പോയിട്ട് റിവേഴ്സ് എടുത്ത് വന്നത്. അവൾ അവനെ നോക്കി മനസ്സിൽ വിചാരിച്ചു. ശിവ പാർവണിയുടെ അരികിൽ വന്ന് കാറിന്റെ ഗ്ലാസ് താഴ്ത്തി. ഞാനിന്ന് വരാൻ നേരം വൈകും, ശിവ അവളെ നോക്കി പറഞ്ഞു. അതിനെന്താ, ഞാൻ നിങ്ങൾ വരുന്നവരെ തലയും കുത്തി നിൽക്കണ? നീ തലയൊന്നും കുത്തി നിൽക്കണ്ട, പക്ഷെ ഞാൻ വരുന്നവരെ ഒന്ന് ഉറങ്ങാതെ വെയിറ്റ് ചെയ്യണം, എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട്. ശിവ അത് പറഞ്ഞ വീണ്ടും കാറ് മുന്നോട്ടെടുത്തു. അവളുടെ മറുപടിക്ക് പോലും കാത്തു നിൽക്കാതെ ഗേറ്റ് കടന്ന് അവൻ പുറത്തേക്ക് പോയി. എൻ്റെ പട്ടി കത്തിരിക്കയാള്. അവൾ പോകുന്നു നോക്കി പാർവണ മനസ്സിൽ കരുതി. വീടിന്റെ കീ വരതെ തിരിച്ചേൽപ്പിച്ച് അവൾ റോഡിലേക്ക് ഇറങ്ങി. കുറച്ചു ദൂരം മുന്നോട്ട് നടന്നു ഒരു ഓട്ടോ അതുവഴി വന്നു. അവൾ കൈ കാട്ടി ഓട്ടോയിൽ കയറി. നോക്കിക്കോ, ഞാൻ വീട്ടിൽ ചെന്നിട്ട് അമ്മയോട് ഇതെല്ലാം പറഞ്ഞു കൊടുക്കും, എന്നെ വഴിയിൽ ഒറ്റയ്ക്കാക്കിയിട്ട് പോയില്ലേ. അവൾ മനസ്സിൽ പരാതി പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് നോക്കിയിരുന്നു. കുറച്ചു ദൂരം മുന്നോട്ട് പോയതും റോഡിൽ കുറേ വണ്ടികളും ഒരാൾക്കൂട്ടം കണ്ട് അവൾ ഓട്ടോ ഡ്രൈവറോട് വണ്ടി നിർത്താൻ പറഞ്ഞു. കുറച്ച് ആകാംക്ഷ കൂടുതലായതിനാൽ അവൾ ഓട്ടോയിൽ നിന്ന് ഇറങ്ങി ആൾക്കൂട്ടത്തിനരികിലേക്ക് നടന്നു. ആൾക്കൂട്ടത്തിനിടയിലുള്ള ആളുകളെ തള്ളി മാറ്റിക്കൊണ്ട് അവൾ ഇടയിലൂടെ ഉള്ളിലേക്ക് കടന്നു. 2 ചെറുപ്പക്കാർ തമ്മിൽ അടിയുണ്ടാക്കുന്നതായിരുന്നു അവിടെ. അതെല്ലാം നോക്കി ചുറ്റും ആളുകൾ നിൽക്കുന്നുണ്ട്. തനിക്ക് പരിചിതമായ ഒരു ബൈക്ക് കണ്ടതും പാർവണ അടികൂടുന്ന ചെറുപ്പക്കാരെ സൂക്ഷിച്ചു നോക്കി. കണ്ണൻ, അവൾ അതിലൊരുത്തനെ നോക്കി പതിയെ പറഞ്ഞു. കൊല്ല മോനെ, ഇനി എങ്ങനെ എന്റെ പെണ്ണിനെ കുറിച്ച് അങ്ങനെ ഒരു വാക്ക് പറഞ്ഞ നിന്നെ കൊന്നു കുഴിച്ചുമുടി ഞാൻ. ഏതോ ഒരു ഡാഷ് മോൻ അവളുടെ കഴുത്തിൽ താലി കെട്ടിയെന്ന് കരുതി എല്ലാം അവസാനിച്ചെന്നാണ് നിന്റെ വിചാരം? അവൾ ഈ ആർദ്രന്റെ പെണ്ണാ, എന്റെ മാത്രം. കുഴഞ്ഞുകൊണ്ട് മറ്റേ ചെറുക്കനോട് സംസാരിക്കുന്ന കണ്ണനെ കണ്ട് പാർവണ എന്ത് ചെയ്യണം അറിയാതെ അവിടെ തന്നെ തറഞ്ഞു നിന്നു. ചെറുപ്പക്കാരനെ നോക്കി വെല്ലുവിളിച്ച് ബൈക്കില് അടുത്തേക്ക് തിരിഞ്ഞു നടന്ന കണ്ണൻ തന്നെ മുന്നിൽ നിറക്കണ്ണുകളോടെ നിൽക്കുന്ന പാർവണിയാണ് കണ്ടത്. തുമ്പി, അവൻ കൈകൾ നീട്ടി അവൾക്ക് അരികിലേക്ക് വന്നതും പേടിച്ചുകൊണ്ട് പാർവണ ആൾക്കൂട്ടത്തിനിടയിൽ നിന്നും ഇറങ്ങി ഓട്ടോയ്ക്ക് അരികിലേക്ക് ഓടി. വേഗം ഓട്ടോയിൽ കയറി ഓട്ടോക്കാരനോട് വണ്ടി മുന്നോട്ടെടുക്കാൻ പറഞ്ഞു. അപ്പോഴും കണ്ണൻ അവൾക്ക് പിന്നാലെ ഓടി വരുന്നുണ്ടായിരുന്നു. ഒരുപാട് മദ്യപിച്ചുകൊണ്ടായിരിക്കാം അവൻ ബാലൻസ് കിട്ടാതെ റോഡിലേക്ക് തന്നെ വീണു. വീട്ടിലേക്ക് തിരിച്ചെത്തിയ പാർവണ അധികാരോട് സംസാരിക്കാൻ നിന്നില്ല. തലവേദനയാന്ന് പറഞ്ഞ് റൂമിൽ കയറി വാതിലടച്ചു. ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാനായി രേവതി വന്ന് വിളിച്ചെങ്കിലും വയ്യാന്ന് പറഞ്ഞ് അവൾ ഭക്ഷണം കഴിക്കാൻ താഴേക്ക് വന്നില്ല. വൈകുന്നേരം രേവ വന്ന് അവളെ വിളിച്ചപ്പോഴും അവൾ വയ്യാന്ന് പറഞ്ഞ് കിടക്കാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെ ദേവി അവളെ കൂടുതൽ നിർബന്ധിക്കാനായി പോയില്ല. എന്നിരുന്നാലും കുറെ നിർബന്ധിച്ച് രാത്രിയിലേക്കുള്ള ഭക്ഷണം രേവതി അവളെ കഴിപ്പിച്ചിരുന്നു. സമയം 10 മണി കഴിഞ്ഞിട്ടും ശിവ വീട്ടിലേക്ക് വന്നില്ല. വരാൻ ലേറ്റ് ആവുമെന്ന് പറഞ്ഞുകൊണ്ട് അമ്മയെ അവനെ കാത്തിരുന്നില്ല. എല്ലാവരും ഉറങ്ങിക്കഴിഞ്ഞെന്ന് മനസ്സിലായതും പാർവണ പതിയെ റൂമിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി. ഹാളിൽ കുറെ നേരം ശിവയെ കാത്തിരുന്നു. സമയം ഒട്ടും മുന്നോട്ട് പോകാത്ത പോലെ അവൾക്ക് തോന്നി. കണ്ണടയ്ക്കുമ്പോൾ കണ്ണന്റെ വാടിത്തളർന്ന മുഖം മാത്രമായിരുന്നു മനസ്സിൽ. എന്തോ ഒരു കുറ്റബോധം മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന പോലെ. താൻ കാരണമാണ് കണ്ണൻ അങ്ങനെയായി മാറിയത് എന്ന തോന്നൽ പാർവണിയുടെ മനസ്സിലൊരു സങ്കടമായി നിന്നിരുന്നു. അവൾ എഴുന്നേറ്റ് വാതിൽ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി. പുറത്ത് നിലാവിന്റെ വെളിച്ചം ആകെ പടർന്നിരുന്നു. കുറച്ചു നേരം മുറ്റത്തു കൂടെ അവൾ നടന്നു. ഗേറ്റിനരികിലേക്ക് തന്നെ നോക്കി ഒരു തോണി ചാരി ഇരുന്നെപ്പോഴും ഉറങ്ങിപ്പോയി. ശിവ വീട്ടിലേക്ക് എത്തുമ്പോൾ സമയം ഒരുപാട് ലേറ്റായിരുന്നു. കാർ പോർച്ചിലേക്ക് കയറി പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് സ്റ്റെപ്പിലിരുന്ന് തൂണിൽ ചാരി ഇരുന്നുറങ്ങുന്ന പാർവണി അവൻ കണ്ടത്. അകത്തൊന്നും സ്ഥലമില്ലാഞ്ഞിട്ടാണോ ഇവളിവിടെ ഇരുന്നുറങ്ങണേ? ഇവളെ കൊണ്ട് ഞാൻ തോറ്റല്ലോ, ശിവ സ്വയം പറഞ്ഞുകൊണ്ട് പാർവണിയുടെ അരികിലേക്ക് നടന്നു വന്നു. ഡി ഡി എണീക്കാൻ, ശിവ അവളെ തട്ടി വിളിച്ചു.
നിന്നോട് ആര് ഇവിടെ വന്ന് ഒറ്റയ്ക്ക് വന്നിരിക്കാൻ പറഞ്ഞേ? അതും വാതിലെല്ലാം തുറന്നിട്ട് ഒരു ബോധമില്ലാതെ കിടന്നുറങ്ങണു. നിനക്കെന്താ ഇത്രയും ബോധല്ലേ? എന്തെങ്കിലും സംഭവിച്ച ഓടി വരാൻ കൂടെ ആരുമില്ല, ആരും അറിയുകയില്ല. ശിവ അവളെ ചീത്ത പറഞ്ഞു സ്റ്റെപ്പിൽ നിന്ന് എണീപ്പിച്ചു. എനിക്കെന്തെങ്കിലും സംഭവിച്ചാ അപ്പോ നിനക്ക് നിനക്കെന്തെങ്കിലും കുഴപ്പമുണ്ടോ ശിവ? പാർവണ അവനെ പ്രതീക്ഷയോടെ നോക്കിക്കൊണ്ട് ചോദിച്ചു. കുഴപ്പോ? എനിക്കെന്ത് കുഴപ്പം? അപ്പോ എനിക്കെന്ത് സംഭവിച്ചാലും നിനക്കൊരു പ്രശ്നമില്ല? നിനക്കെന്താ ഞാൻ പറഞ്ഞു മനസ്സിലായില്ലേ? എനിക്കൊരു കുഴപ്പമില്ലാന്ന്. പിന്നെന്തിനാ നീ എന്നെ ഇങ്ങനെ കെയർ ചെയ്യണേ? ഒറ്റയ്ക്ക് ഇവിടെ വന്നിരുന്നതിന് വഴക്ക് പറഞ്ഞത്? ഞാൻ നിന്നെ കെയർ ചെയ്തുന്നോ? നോ, നെവർ. പിന്നെ ഞാൻ നിന്നെ വഴക്ക് പറഞ്ഞതിന്റെ കാരണം നീ ഈ വീട്ടിൽ താമസിക്കുമ്പോ നിന്റെ ഫുൾ റെസ്പോൺസിബിലിറ്റി എനിക്കാണ്. അതുകൊണ്ട് നിനക്ക് എന്തെങ്കിലും പറ്റിയ അതിന്റെ ആൻസർ പറയേണ്ടത് ഞാനാണ്. ശിവ അത് പറഞ്ഞതും പാർവണയ്ക്ക് വല്ലാത്ത സങ്കടം തോന്നി. അതവളുടെ മുഖത്തും കാണുന്നുണ്ടായിരുന്നു. ഇവിടെ ഇങ്ങനെ അധികം നേരം നിൽക്കണ്ട, നല്ല തണുപ്പാണ്, അകത്തേക്ക് വാ. അത് പറഞ്ഞ ശിവ അകത്തേക്ക് നടന്നു. അത് കേട്ട് പാർവണ അവനെ പിന്നാലെ അകത്തേക്ക് നടന്ന് വാതിൽ ലോക്ക് ചെയ്തു. ശിവ പാർവണയുടെ ബാഗ് എടുത്ത് അകത്തേക്ക് വലിച്ചിരുന്നു. നീ ഫുഡ് കഴിച്ചാ? സ്റ്റെയർ കയറുന്നതിനിടയിൽ ശിവ ചോദിച്ചു. കഴിച്ചു. നീ കഴിച്ചോ? ഫുഡ് എടുത്ത് വെക്കട്ടെ? വേണ്ട, ഞാൻ പുറത്തുനിന്ന് കഴിച്ചു. നീ വാതിലെല്ലാം ലോക്ക് ചെയ്തിട്ട് റൂമിലേക്ക് വാ. അത് പറഞ്ഞ് ശിവ മുറിയിലേക്ക് പോയി. പാർവണ എല്ലാ ഡോറും ലോക്ക് ചെയ്ത് താഴത്തെ ലൈറ്റെല്ലാം ഓഫ് ചെയ്ത് റൂമിലേക്ക് നടന്നു. പാർവണ റൂമിലേക്ക് ചെല്ലുമ്പോൾ ശിവ കബോർഡിൽ നിന്ന് ഡ്രസ്സ് എടുക്കുകയായിരുന്നു. ഒരു 5 മിനിറ്റ്സ്, ഞാനൊന്ന് ബാത്ത് ചെയ്തിട്ട് വരാം. ശിവ ടവലെടുത്ത് ബാത്റൂമിലേക്ക് പോയതും പാർവണ ബെഡിലേക്ക് ഇരുന്നു. കുറച്ചു കഴിഞ്ഞ് ശിവ കുളി കഴിഞ്ഞ് തിരികെ വന്നു. നമുക്ക് ബാൽക്കണിയിലേക്ക് പോയാലോ? ശിവ ചോദിച്ചു. പാർവണ പോവാമെന്ന് തലയാട്ടി. അവരിരുവരും ബാൽക്കണിയിലെ ചെയറിലേക്ക് ഇരുന്നു. ഞാൻ പാർവണയോട് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പറയാൻ പോകുന്നത്, അതുകൊണ്ട് താൻ ശ്രദ്ധയോടെ കേൾക്കണം. കുറച്ചു നേരത്തെ മൗനത്തിനൊടുവിൽ ശിവ പറയാൻ തുടങ്ങി. അവൻ പറയുന്ന കേട്ട് പാർവണ അവനെ തന്നെ കണ്ണെടുക്കാതെ നോക്കിയിരുന്നു. ഞാൻ നിന്നോട് ചെയ്തത് ഒരു വലിയ തെറ്റാണ്, അതെനിക്കറിയാം പാർവണ. ഞാൻ കാരണം ആണ് നിന്റെ ലൈഫ് ഇങ്ങനെ ആയതും. പക്ഷെ എനിക്ക് നിന്നെ ഒരു ഭാര്യയായിട്ട് കാണാൻ സാധിക്കില്ല. നിന്നെ എന്നല്ല, സത്യമല്ലാതെ മറ്റാരെയും എനിക്ക് ആ സ്ഥാനത്ത് കാണാൻ കഴിയില്ല. അവൾക്ക് വേണ്ടി മാത്രമാണ് ഞാൻ ഇന്നും ജീവനോടെ ഇരിക്കുന്നത് പോലും. ഒരു ദിവസം അവൾ തിരിച്ചു വരുന്ന ഉറപ്പെനിക്കുണ്ട്. ആ സമയത്ത് നീ എൻ്റെ ഭാര്യസ്ഥാനത്ത് ഉണ്ടാവാൻ പാടില്ല. ഞാൻ ചെയ്ത തെറ്റ് ഞാനായി തന്നെ തിരുത്താം. എൻ്റെ വീട്ടുകാരോട് ഞാൻ നടന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കാം. ഞാൻ തന്നെ നേരിട്ട് ആർദ്രവിനെ പോയി കണ്ട് നിങ്ങളുടെ കാര്യം സംസാരിക്കാം. ഇനി ഇതിനൊന്നും നിനക്ക് താല്പര്യം ഇല്ലെങ്കിൽ നിനക്ക് ഞാൻ എത്ര ക്യാഷ് വേണമെങ്കിലും തരാം. ജോലി, വീട്, പഠിത്തം എന്തു വേണമെങ്കിലും ശരിയാക്കി തരാം. ശിവ അവളെ നോക്കി പറഞ്ഞു. കഴിഞ്ഞോ നിങ്ങളുടെ ഓഫറുകൾ? അതോ ഇനി വേറെ വല്ലതും ഉണ്ടോ? ഇതൊക്കെ നിങ്ങൾ എത്ര നിസ്സാരമായിട്ടാണ് പറഞ്ഞത്. നീ ഇപ്പൊ പറഞ്ഞില്ലേ നീയായി ഉണ്ടാക്കിയ പ്രശ്നങ്ങൾ നീയായി തന്നെ പരിഹരിക്കാന്ന്. അങ്ങനെ എല്ലാം നിനക്ക് സോൾവ് ചെയ്യാൻ പറ്റുമോ? എൻ്റെ ലൈഫ് പഴയ പോലെ ആക്കി തരാൻ പറ്റുമോ? എൻ്റെ അച്ഛനും അമ്മയും ഈ കാര്യത്തിന്റെ പേരിൽ എല്ലാവരുടെ മുന്നിൽ നാണം കെട്ടു. ആ ആത്മാഭിമാനം നിനക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റുമോ? പിന്നെന്താ നീ പറഞ്ഞ? നീ കാരണമാണ് എൻ്റെ ലൈഫ് ഇങ്ങനെ ആയതെന്നല്ലേ? അതെ, 100% ശരിയാണ്. എൻ്റെ ജീവിതം ഇങ്ങനെയാവാൻ നീ മാത്രമാണ് കാരണക്കാരൻ. നീ ഇല്ലാതാക്കിയത് എൻ്റെ ജീവിതം മാത്രമല്ല, എനിക്ക് ചുറ്റുമുള്ളവരുടെ കൂടെ ജീവിതമാണ്, എസ്പെഷ്യലി കണ്ണൻ്റെ. ഇന്ന് ഞാൻ അവനെ കണ്ടിരുന്നു. അത് നടു റോട്ടിൽ വെച്ച് മദ്യപിച്ച് ആരോടോ വഴക്കുണ്ടാക്കുന്നത്, അതും എൻ്റെ പേരില്. ഇതുവരെ ഒരു ദിശയിലോ ഇല്ലാത്ത കണ്ണനെ ഇന്ന് ഞാൻ ആ അവസ്ഥയിൽ കണ്ടപ്പോ എനിക്ക് സഹിക്കാനായില്ല. ഓക്കെ പാർവണ, ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ്. ഞാൻ അതിന് സോറി ചോദിക്കുന്നു. ഞാൻ നിന്റെ ലൈഫിൽ കൂടെ സ്പോയിൽ ആവാതിരിക്കാനാണ് ഈ പറയണേ. എന്തിനാ വെറുതെ നീ നിന്റെ ഫ്യൂച്ചർ ഇല്ലാതാക്കണേ? സോ നീ ഉടൻ തന്നെ ഈ വീട് പൊട്ടു പോകണം. എന്താ ശിവ നിന്റെ വിചാരം? നീ പോവാൻ പറഞ്ഞ ഞാൻ അങ്ങ് ഇറങ്ങിപ്പോന്നോ? എന്നാ നീ മോഹം ഇപ്പൊ തന്നെ ഉപേക്ഷിച്ചോ. ഈ താലി എന്റെ കഴുത്തിലുള്ളിടത്തോളം കാലം നിന്റെ ഭാര്യയായിട്ട് ഞാൻ നിന്റെ കൂടെ ഈ വീട്ടിൽ തന്നെ ഉണ്ടാവും. പാർവണ പ്ലീസ്, എനിക്ക് നിന്നോട് വഴക്കിന് താല്പര്യമില്ല. അവൻ ഉയർന്നു വന്ന ദേഷ്യം കൺട്രോൾ ചെയ്തുകൊണ്ട് പറഞ്ഞു. നീ ഇനി എന്തൊക്കെ പറഞ്ഞാലും നിന്നെ വിട്ട് ഞാൻ പോവില്ല ശിവ. ഇത് പാർവണയാണ് പറയണേ, വാശിയാണെന്ന് എന്നെ കൂട്ടിക്കോ. പാർവണ, നീ വെറുതെ എന്റെ ക്ഷമേനെ പരീക്ഷിക്കരുത്. നിനക്കെന്തായാലും മലയാളം പറഞ്ഞ മനസ്സിലാവില്ലേ? ശിവ അവൾക്ക് നേരെ അടിക്കാനായി കൈ ഉയർത്തിയെങ്കിലും അവൻ പിൻവലിച്ചു.
എന്താ നിനക്കെന്നെ തല്ലാൻ തോന്നുന്നുണ്ടോ? എന്നെ തല്ലിക്കോ, എന്നെ തല്ലിക്കൊന്നാലും ഈ ശിവയ്ക്ക് ഒരു ഭാര്യ ഉണ്ടെങ്കിൽ അത് ഞാൻ മാത്രമായിരിക്കും. ആ സ്ഥാനം ഞാൻ മറ്റാർക്കും കൊടുക്കൂല്ല. ഡി, നിനക്ക് ഞാൻ പറഞ്ഞൊന്നും മനസ്സിലായില്ലേ? നീ വെറുതെ കിടന്ന അലറണ്ട, എനിക്ക് ചെവി കേൾക്കാം. ഇനി ഒച്ച വെച്ച് മറ്റുള്ളവരെ കൂടെ വിളിച്ചുണർത്തണ്ട. ഞാൻ ഒരേ ഒരു തെറ്റ് മാത്രമേ ചെയ്തിട്ടുള്ളൂ, അത് നിന്നെ സ്നേഹിച്ചു എന്ന തെറ്റ് മാത്രമാണ്. അത് പറഞ്ഞ് അവൾ തിരിഞ്ഞു നടന്നു. അപ്പോഴേക്കും ശിവ അവളുടെ കൈ പിടിച്ച് തടഞ്ഞു നിർത്തി. നീ എന്നെ ശരിക്കും സ്നേഹിച്ചിരുന്നോ? ശിവ അവളെ നോക്കി ചോദിച്ചു. അപ്പോഴേക്കും പാർവണിയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകിയിരുന്നു. അവൾ അവന്റെ കൈകൾ തട്ടിമാറ്റി മറുപടി പറയാതെ അകത്തേക്ക് ഓടി. ശിവയ്ക്ക് ആകെ പ്രാന്ത് പിടിക്കുന്ന പോലെ തോന്നി. അവൻ ഇരു കൈകളും മുടിയിൽ കോർത്തു വലിച്ചു. ഞാൻ അത്രയും ഓർക്കാൻ കൊതിച്ച നിന്റെ ഓർമ്മകളെ ഇന്നെനിക്ക് ഭയമാണ്. അവ ഇന്നെന്നെ പിച്ചു ചീന്തുന്നു. നീ ഇല്ലായ്മയിൽ വെന്തുരുകുന്ന ഒരാത്മാവ് മാത്രമാണ് ഞാനിപ്പോൾ. പ്രണയത്തിനും അപ്പുറം തീവ്രമായ ഒരു വികാരം തോന്നുന്നത് നിന്നോട് മാത്രമാണ്. അതുകൊണ്ട് മാത്രമാണ് തിരിച്ചു കിട്ടില്ല എന്നറിഞ്ഞിട്ടും ഈ അക്ഷരങ്ങളെ കൂട്ടുപിടിച്ച് ഞാൻ നിന്റെ സ്നേഹത്തിനായി ഇന്നും കാത്തിരിക്കുന്നത്. എന്നും നിന്റെ ആത്മസഖി. എനിക്കറിയാം കണ്ണേട്ടാ, ഏട്ടനിപ്പോൾ എത്രത്തോളം സങ്കടപ്പെടുന്നുണ്ടെന്ന്. പ്രാണന തുല്യം സ്നേഹിച്ച ആൾ നഷ്ടപ്പെടുമ്പോഴുള്ള വേദന മറ്റാരെക്കാളും എനിക്ക് മനസ്സിലാവും. അത് ഞാൻ അനുഭവിച്ചാണല്ലോ. ഏട്ടൻ എന്നെ അംഗീകരിക്കാൻ കഴിയുമോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ഞാൻ എൻ്റെ അവസാന ശ്വാസം വരെ കാത്തിരിക്കും. രശ്മി ഫോണിലെ കണ്ണൻ്റെ ഫോട്ടോയിലേക്ക് നോക്കി സ്വയം പറഞ്ഞു. ഒപ്പം അവളുടെ കണ്ണുകളും നിറഞ്ഞൊഴുകിയിരുന്നു.